ചേതൻ സാജൻ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിൻഷ. കാലാകാലങ്ങളായുള്ള ആവശ്യമാണ് കേരളത്തിൻ്റെ എയിംസ് എന്ന് പറയുന്നത്. എയിംസ് എവിടെ വന്നാലും മതി, കേരളത്തിനൊരു എയിംസ് എന്ന ആവശ്യം നമ്മൾ നിരന്തരം ഉന്നയിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കിനാലൂരിൽ സ്ഥലമുണ്ട്, അത് ഏറ്റെടുത്ത് നൽകാൻ തയ്യാറാണ് എന്ന് വരെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതൊരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ വരുന്നത്. BJPക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്നതയും അമർഷവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലൊരു ചർച്ച നടന്നിട്ടില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം വി മുരളീധരനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ പറയാറില്ലേ, കൊണ്ടുപോയി കലമുടച്ചോ, വെള്ളം കോരി അവസാനം കൊണ്ടുപോയി കലമുടച്ചു എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് നിലവിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന. എങ്ങനെയൊക്കെയാണ് ബാലുശ്ശേരിക്കാരുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം? വിൻഷ സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഏറെക്കാലമായി കേരളത്തിൻ്റെ ആവശ്യമാണ് എയിംസ് എന്നത്. അതിൻ്റെ അവസാന ലാപ്പിലെത്തിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ സുരേഷ് ഗോപി വിവാദങ്ങൾക്ക്, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ വേണം വിനിഷ നമ്മളിത് നോക്കിക്കാണുവാൻ. അതായത് ഈ വിഷയത്തിൽ പൂർണ്ണമായും BJPക്കുള്ളിൽ തന്നെ, സംസ്ഥാന ഘടകത്തിനുള്ളിൽ തന്നെ വലിയ അമർഷം സുരേഷ് ഗോപിക്കെതിരെ ഉണ്ട്. അതിൻ്റെ പ്രതിഫലനം എന്നോളമാണ് കഴിഞ്ഞ ദിവസം മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ തന്നെ പറഞ്ഞത്. സുരേഷ് ഗോപി പറഞ്ഞത് വളരെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഈ വിഷയത്തിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ ഇതുവരെ BJPക്കോ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കോ നാളെ ഇതുവരെയായി കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് കാണാൻ. മറ്റൊരു ഉദാഹരണം കൂടി എടുത്തു പറഞ്ഞാൽ, രാജ്യസഭാ അംഗമായ PT ഉഷയും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് എയിംസ് കോഴിക്കോടിന് വരണം, അത് സ്വാഗതം ചെയ്യുന്നതായാണ് രാജ്യസഭ MP കൂടിയായ PT ഉഷ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല വിനിഷ, ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഈ വിഷയത്തിലും കോൺഗ്രസ് പാർട്ടിക്കിടയിൽ പൂർണ്ണമായും ചേരിതിരിവ് വളരെ വ്യക്തമാണ്. എയിംസ് കാസർഗോഡിന് വേണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണ അർപ്പിച്ച് KC വേണുഗോപാലും കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയായിരുന്നു. എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന സുരേഷ് ഗോപിയുടെ നിലപാട് അത് സ്വാഗതം ചെയ്യുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ KC വേണുഗോപാലും നിലപാടെടുത്തിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്, അതുപോലെ തന്നെ CPIMൻ്റെ നിലപാട് കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാസ്റ്ററൊക്കെ വ്യക്തമാക്കിയതാണ്. ഈ ഏറ്റെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. 11 വർഷം മുമ്പേ കോഴിക്കോട് കിനാരൂരിൽ സ്ഥലം ഏറ്റെടുത്തതാണ്. വ്യവസായ വകുപ്പിൻ്റെ 100 ഏക്കറായിരുന്നു ആദ്യം ഏറ്റെടുത്തത്. ശേഷം വീണ്ടും 50 ഏക്കർ കൂടി എക്വയർ ചെയ്യുകയാണ്. ഈ സ്ഥലം ഇതുമായി ബന്ധപ്പെട്ടുള്ള സമൂഹ ആഘാത പഠനവും അതുപോലെ തന്നെ പരിസ്ഥിതി ആഘാത പഠനവും ഒക്കെ പൂർത്തിയായി. നാളെ ഇതുവരെയായി കേന്ദ്ര സംഘം ഇതിനെതിരായി ഒരു നീരസം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായും ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നതോടുകൂടി ഇതിൽ രോക്ഷാകുലനായി സുരേഷ് ഗോപി പെട്ടെന്ന് തന്നെ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നാണ് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഈ വിഷയത്തിൽ BJPക്കുള്ളിൽ തന്നെ സുരേഷ് ഗോപിക്കെതിരായ അമർഷം വളരെ ശക്തമാണ്. അതുമാത്രമല്ല, കോൺഗ്രസിലും ഈ ഒരു വിഷയത്തിൽ ഒരു ഐക്യം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ വിനിഷ. ശരി, ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അവിടെ നിന്നുണ്ടാകുന്നുണ്ട്. കേരളത്തിൻ്റെ എയിംസ് എന്ന നിരന്തരമായ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ മുഖം തിരിച്ച് നിൽക്കുന്നതിനെതിരെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ. അതിലേക്കൊരു സമവായത്തിലേക്ക് എത്താൻ ഇവിടെ നിന്ന് നമ്മൾ അയക്കുന്ന പ്രതിനിധികൾക്ക് പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ മറ്റൊരവസ്ഥ എന്ന് പറയുന്നത്.